റിപ്പോർട്ടർ ബ്രേക്കിംഗ്. കുംഭമേളയിലെ വൈറൽ പെൺകുട്ടിക്ക് സുരക്ഷ നൽകാനും പൂർണ്ണസമയം നിരീക്ഷണം ഉറപ്പാക്കാനും കേരള പോലീസ്. പെൺകുട്ടിയെ മധ്യപ്രദേശിലേക്ക് കൊണ്ടുപോകാൻ സാധ്യതയുണ്ട് എന്ന വിലയിരുത്തലിനെ തുടർന്നാണ് നീക്കം. വനിതാ SP അടക്കം കേരളത്തിലെത്തിയത് പെൺകുട്ടിയെ തിരികെ കൊണ്ടുപോകാനാണെന്നാണ് സൂചന. കേസ് ഹൈക്കോടതി പരിഗണിക്കും വരെ സംരക്ഷണം തുടരും. അതേസമയം മധ്യപ്രദേശ് പോലീസ് രജിസ്റ്റർ ചെയ്ത പോക്സോ കേസിൽ അന്വേഷണത്തിനെതിരെ സംഘം കൊച്ചിയിൽ തുടരുകയാണ്. പെൺകുട്ടിയുടെയും ഭർത്താവിന്റെയും മൊഴിയെടുക്കുകയാണ് ലക്ഷ്യം. ഹരിമോഹനും SS ശരണുമാണ് വിവരങ്ങളുമായുള്ളത്. ഹരിമോഹൻ, ഇപ്പോൾ കേരള പോലീസ് കുംഭമേളയിലെ വൈറൽ താരത്തിന് സുരക്ഷയൊരുക്കാനുള്ള തീരുമാനത്തിലാണോ? ഇപ്പോൾ മധ്യപ്രദേശ് പോലീസ് പറയുന്ന വാദങ്ങൾ, പെൺകുട്ടിക്ക് പ്രായപൂർത്തിയായിട്ടില്ല എന്നുള്ള രേഖകൾ, അത് വ്യാജമാണ് എന്ന അനുമാനത്തിലാണോ കേരള പോലീസ്? സ്മൃതി, കുംഭമേളയിലെ വൈറൽ താരത്തിന്റെ എല്ലാ തരത്തിലുള്ള സർട്ടിഫിക്കറ്റുകളും കേരള പോലീസ് നേരത്തെ തന്നെ പരിശോധിച്ചിരുന്നു. ആ സർട്ടിഫിക്കറ്റുകളിൽ ഒന്നും തന്നെ വ്യാജമല്ല, അല്ലെങ്കിൽ അതിലൊന്നും തന്നെ കൃത്രിമമില്ല എന്നുള്ളൊരു കണ്ടെത്തൽ കേരള പോലീസ് നടത്തുകയും അതിന് ഇവിടെയുള്ള അന്വേഷണം അവസാനിപ്പിക്കുകയും ചെയ്തിരുന്നു. അതായത് ആ വിവാഹത്തിൽ യാതൊരു തരത്തിലുള്ള ദുരൂഹതയും ഇല്ല എന്നുള്ളൊരു നിഗമനത്തിലാണ് കേരള പോലീസ് എത്തിച്ചേർന്നത്. പക്ഷേ ഇപ്പോൾ മധ്യപ്രദേശ് പോലീസ് കേരളത്തിൽ എത്തിക്കൊണ്ട് നടത്തുന്ന നീക്കങ്ങൾ അത് സംശയാസ്പദമാണെന്നുള്ള നിലയിൽ തന്നെയാണ് കേരള പോലീസിന്റെ ഒരു വിലയിരുത്തൽ എത്തിയിരിക്കുന്നത്. അതായത് അറസ്റ്റ് രേഖപ്പെടുത്താൻ പാടില്ല എന്ന് ഹൈക്കോടതിയുടെ നിർദ്ദേശമുണ്ടെങ്കിൽ പോലും അറസ്റ്റ് രേഖപ്പെടുത്താതെ പെൺകുട്ടിയെ കൊണ്ടുപോകാനുള്ള എല്ലാ സാധ്യതയും ഉണ്ട് എന്നുള്ള ഒരു വിലയിരുത്തലിലാണ്, അല്ലെങ്കിൽ അങ്ങനെ ഒരു നിഗമനത്തിലേക്കാണ് കേരള പോലീസ് എത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പെൺകുട്ടിയുടെ ഒരു അപേക്ഷ പോലീസിന് മുൻപിലുണ്ട്. അതായത് സുരക്ഷ വേണമെന്നുള്ളതാണ് ആവശ്യം. സുരക്ഷയായി ഔദ്യോഗികമായിട്ട് നൽകണോ എന്നുള്ള കാര്യത്തിൽ ഇതുവരെ തീരുമാനമായിട്ടില്ല. പക്ഷേ ഒരു കാര്യം ഉറപ്പുവരുത്തിയിട്ടുണ്ട്. അതായത് പൂർണ്ണസമയം പെൺകുട്ടിയെയും ഫർമാൻ ഖാനെയും നിരീക്ഷണത്തിൽ വെക്കുക, ഈ മധ്യപ്രദേശിലേക്ക് കൊണ്ടുപോകാനുള്ള നീക്കം തടയുക എന്നുള്ളതാണ് നിലവിൽ മനസ്സിലാക്കുന്നത്. ഇന്നലെ കേരളത്തിലെത്തിയ മധ്യപ്രദേശ് പോലീസ് കേരള പോലീസുമായി ബന്ധപ്പെട്ട് ഇക്കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് സംസാരിച്ചിരുന്നു. പക്ഷേ കേരള പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഈ മധ്യപ്രദേശിലേക്ക് കൊണ്ടുപോകാനുള്ള ശ്രമങ്ങൾക്കൊന്നും തന്നെ പിന്തുണയുണ്ടാവില്ല എന്നുള്ള കാര്യം അവർ ഉറപ്പിച്ചിട്ടുണ്ട്. നടത്തിക്കൊടുത്തത് സംസ്ഥാനത്തെ CPM നേതാക്കളാണ്. അതിൽ മന്ത്രി ശിവൻകുട്ടിയുണ്ട്, CPMിലെ പ്രധാനപ്പെട്ട നേതാക്കൾ MV ഗോവിന്ദൻ അടക്കമുള്ളവരുണ്ട്. അപ്പോൾ ആ ഒരു ഉത്തരവാദിത്തം, ഈ വിവാഹം ലീഗലി തന്നെ നടത്തിയ വിവാഹമാണ് എന്ന് സ്ഥാപിക്കേണ്ടത് സംസ്ഥാന പോലീസിന്റെ കൂടി ഉത്തരവാദിത്തമായി മാറുകയാണ്. എല്ലാ രേഖകളും അത് കൃത്യമാണ് എന്ന് പറയുമ്പോൾ അപ്പുറത്തുനിന്നും അതൊരു രാഷ്ട്രീയ നീക്കമാണോ എന്ന് കൂടിയാണോ സംശയിക്കുന്നത് സംസ്ഥാനം? തീർച്ചയായിട്ടും അത്തരത്തിലൊരു നീക്കം എന്നുള്ള നിലയിൽ തന്നെയാണ് സംസ്ഥാനം അതിനെ വിലയിരുത്തുന്നത്. അതിൽ പ്രധാന കാരണമെന്ന് പറയുന്നത് മധ്യപ്രദേശ് സർക്കാർ തന്നെ ഇഷ്യൂ ചെയ്തിട്ടുള്ള ജനറൽ സർട്ടിഫിക്കറ്റ് പിന്നീട് വിവാഹശേഷം റദ്ദാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു നീക്കത്തിലേക്ക് കടക്കുകയും അത് പിന്നീട് അതേ സർക്കാർ, ആ ഇഷ്യൂ ചെയ്ത സർക്കാർ തന്നെ അത് റദ്ദാക്കുകയും ചെയ്തതിലാണ് ഒരു ദുരൂഹത സംശയിക്കുന്നത്, ഒരു ഗൂഢാലോചന സംശയിക്കുന്നത്. അതിൽ കേരള സ്റ്റോറി അൺറിയൽ കേരള സ്റ്റോറി ആക്കാനുള്ള ഒരു നീക്കത്തിന്റെ ഭാഗമാണോ ഈ ശ്രമങ്ങൾ എന്നുള്ളതാണ് നിലവിൽ പോലീസും ഒപ്പം തന്നെ ഹിന്ദു മുസ്ലിം വിവാഹം കൂടിയാണ്. അപ്പോൾ അത് എങ്ങനെയാണ് മധ്യപ്രദേശ് സർക്കാർ, അവിടെ BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ ഇത്തരം വിവാഹങ്ങൾ എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നത് നമ്മുടെ മുന്നിലുള്ള കാര്യം കൂടിയാണ്. ശരൺ നൽകും മധ്യപ്രദേശ് പോലീസിന്റെ നിലപാടുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ. ശരൺ, ഇപ്പോൾ മധ്യപ്രദേശ് പോലീസ് ഇവിടേക്ക് എത്തിയിട്ടുണ്ട്, പെൺകുട്ടിയുടെ മൊഴിയെടുക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. എന്താണ് അവർ പറയുന്നത്? ഇവിടെ എല്ലാ രേഖകളും കൃത്യമാണ് എന്ന് പറയുമ്പോൾ എന്താണ് മധ്യപ്രദേശ് പോലീസ് പറയുന്നത്? സ്മൃതി, അതായത് ഈ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയി വിവാഹം കഴിച്ചു എന്നുള്ളതാണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് മധ്യപ്രദേശ്. അപ്പോൾ മധ്യപ്രദേശിൽ അത്തരത്തിലൊരു കേസ് രജിസ്റ്റർ ചെയ്ത സാഹചര്യത്തിലാണ് മധ്യപ്രദേശ് പോലീസ് കഴിഞ്ഞ ദിവസം കൊച്ചിയിലേക്ക് എത്തിയിരുന്നത്. അവർ പ്രധാനമായും തുടക്കത്തിൽ വന്നത് തൃക്കാക്കര സ്റ്റേഷനിലേക്കാണ്. കാരണം തൃക്കാക്കര സ്റ്റേഷൻ ലിമിറ്റിൽ ഈ രണ്ട് പേരും, പെൺകുട്ടിക്കും ഭർത്താവായ ഫർമാൻ ഖാനും താമസിച്ചിരുന്നു എന്നുള്ള വിവരം ലഭിച്ചത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ അവിടെ എത്തിയപ്പോൾ അവർക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഇപ്പോൾ അവിടെ ഇല്ല എന്നുള്ളതാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ബിനാനിപുരം പോലീസ് സ്റ്റേഷൻ ലിമിറ്റിലേക്ക് വരികയും പിന്നീട് കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണറെ കാണുകയും ചെയ്തിരുന്നു. അപ്പോൾ മധ്യപ്രദേശ് പോലീസ് പറഞ്ഞത് തങ്ങൾ എത്തിയത് ഈ ഭർത്താവ് ഫർമാൻ ഖാനുമായി ബന്ധപ്പെട്ടുള്ള ചില വിവരങ്ങൾ ശേഖരിക്കാൻ വേണ്ടിയാണെന്നുള്ളതാണ്. ഇതിനിടയിൽ തന്നെ കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ അവർക്ക്, അതായത് മധ്യപ്രദേശ് പോലീസിനെ കഴിഞ്ഞ ദിവസം ഹൈക്കോടതിയിൽ നിന്ന് ലഭിച്ച ഉത്തരവ് അതിന്റെ പകർപ്പ് നൽകുകയും ചെയ്തിരുന്നു. അതായത് ഈ കേസ് രജിസ്റ്റർ ചെയ്യുന്നതിന് പിന്നാലെ ഈ രണ്ട് പേരും, പെൺകുട്ടിയും ഫർമാൻ ഖാനും
ഹൈക്കോടതിയെ സമീപിക്കുകയും നോട്ട് ടു അറസ്റ്റ് നേടുകയും ചെയ്തിട്ടുണ്ട്. അതായത് മുൻകൂർ ജാമ്യാപേക്ഷയുമായിട്ടാണ് അവർ സമീപിച്ചിരുന്നത്. അങ്ങനെ നോട്ട് ടു അറസ്റ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ നോട്ട് ടു അറസ്റ്റ് ഉള്ള കാര്യം മധ്യപ്രദേശ് പോലീസിന്റെ ശ്രദ്ധയിൽപ്പെടുത്തുകയും ചെയ്തിരുന്നതാണ്. എന്തായാലും മധ്യപ്രദേശ് പോലീസ് ഇപ്പോഴും ഈ രണ്ട് പേരുടെയും മൊഴി രേഖപ്പെടുത്താനുള്ള ശ്രമത്തിലാണെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നത്. ഈ പെൺകുട്ടിയെയും ഫർമാൻ ഖാനെയും എവിടെയാണെന്നുള്ളത് ഇതുവരെയും മധ്യപ്രദേശ് പോലീസിന് ട്രേസ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. കൊച്ചിയിൽ തന്നെ അവർ ഉണ്ടോ എന്നുള്ള കാര്യത്തിൽ വ്യക്തത വരുത്താനുള്ള ശ്രമം കൂടിയാണ് പോലീസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നതെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും കൊച്ചി സിറ്റി പോലീസ് ഇതുമായി ബന്ധപ്പെട്ട് പറയുന്നത് തങ്ങൾ അസിസ്റ്റ് നൽകേണ്ട കാര്യമില്ല. അതായത് ഈ രണ്ടു പേരെയും കണ്ടെത്താനായിട്ട് മധ്യപ്രദേശ് പോലീസിനെ തങ്ങളുടെ സഹായം ലഭ്യമാക്കേണ്ട കാര്യമില്ല എന്നുള്ളതാണ്. മധ്യപ്രദേശ് പോലീസ് അവരുടെ രീതിയിൽ അവരുടെ അന്വേഷണവുമായിട്ട് തന്നെ മുന്നോട്ട് പോകുമെന്നുള്ളതാണ്. എന്തായാലും ഒരു പക്ഷേ ഈ രണ്ടു പേരെയും കണ്ടെത്തുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ സ്റ്റേറ്റ്മെന്റ് എടുക്കുന്നതിനൊപ്പം തന്നെ ഈ പെൺകുട്ടിയെ മധ്യപ്രദേശിലേക്ക് കൊണ്ടുപോകാനുള്ള ഒരു ശ്രമം കൂടി മധ്യപ്രദേശ് പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടാകുമെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തായാലും അവർ ഇത് സംബന്ധിച്ചുള്ള കൃത്യമായ ഒരു കാര്യം എന്താണ് തങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് മധ്യപ്രദേശ് പോലീസ് വെളിപ്പെടുത്തിയിട്ടില്ല. ഒരു പക്ഷേ അവരെ കസ്റ്റഡിയിൽ എടുക്കുന്ന സമയത്ത്, അതായത് ഈ മൊഴി രേഖപ്പെടുത്താനുള്ള നീക്കം മൊഴി രേഖപ്പെടുത്തുന്ന സമയത്തൊക്കെ ആയിരിക്കും നമുക്ക് കൂടുതൽ കാര്യങ്ങൾ വ്യക്തത വരുത്താൻ കഴിയുക. എന്തായാലും മധ്യപ്രദേശ് പോലീസ് ഇപ്പോഴും കൊച്ചിയിൽ തന്നെ തുടരുകയാണ്. ഈ രണ്ടുപേരെയും കണ്ടെത്തി സ്റ്റേറ്റ്മെന്റ് രേഖപ്പെടുത്താനുള്ള നീക്കത്തിലാണ് അവർ ഉള്ളത്. ശരി, SS ശരണും ഒപ്പം തന്നെ ഹരിമോഹനുമാണ് വിവരങ്ങൾ നൽകിയത്.